പണിഷ്മെന്റ്. അപ്പൊ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ റൗണ്ടിലും ഒരാൾക്ക് സ്റ്റേഷനറി ആയിരിക്കും കിട്ടുക, ഒരാൾക്ക് ടോയ് ആയിരിക്കും കിട്ടുക, ഒരാൾക്ക് ഫുഡ് ആയിരിക്കും കിട്ടുക. അപ്പൊ നല്ല ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച് ആയിരിക്കും ഗൈസ്. അപ്പൊ നമുക്ക് എന്തൊക്കെ ടോയ് ആണ്, സ്റ്റേഷനറി ആണ്, ഫുഡ് ഐറ്റംസ് ആണ് കിട്ടാൻ നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കാണ്. അപ്പൊ നമുക്കെല്ലാം ടോയ് എവിടെ എത്തിയിട്ടുണ്ട്, സ്റ്റേഷനറി എത്തിയിട്ടുണ്ട്, ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് നോമ്പ് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. സമയം 7:30 കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇനി ഫുഡ് കിട്ടാണെങ്കിൽ കുഴപ്പമില്ല. കഴിഞ്ഞ ചാലഞ്ചിലൊക്കെ ഞാൻ ഫുഡ് കിട്ടിയാൽ മാറ്റി വെക്കലേ, ഞങ്ങൾ മാറ്റി വെക്കാറില്ല. പ്രാവശ്യം ഫുഡ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ കഴിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ലോട്ട് ഇട്ടിട്ട് ആർക്കൊക്കെ എന്തൊക്കെ കിട്ടുന്നത് നോക്കാം. എനിക്ക് ഇതിന് ടോയ് കിട്ടിയാൽ കൊള്ളാം. കാരണം എനിക്ക് ഇതിനോട് താല്പര്യം. കവർ കാണുന്ന സമയത്ത് അതിനോടൊരു അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ ഇത് വലുതാണല്ലോ. അപ്പൊ ഇത് കണ്ടപ്പോ അത് കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. പറയാൻ പറ്റില്ല, വലിയ പെട്ടി ഫുഡ് നല്ലതാണെന്നുണ്ടെങ്കിൽ ഫുഡ് കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷെ ഓരോ റൗണ്ടും പണ്ട് വലുതായിട്ട് കിട്ടാനുണ്ട്. അതാണ് ആദ്യം സമാധാനം. അപ്പൊ നമുക്ക് ലോട്ട് ഇടാം. ഞാൻ എടുക്കാൻ പോയതാ സ്റ്റേഷനറി ആണ് എനിക്ക് കിട്ടിയത്. ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ഫുഡാണ് കിട്ടിയത്. അത് നല്ലതാണെങ്കിലോ എന്നാലും എനിക്ക് അതിനോടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ടോയ് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഞാൻ ഓപ്പൺ ചെയ്തത് നല്ല രസമുണ്ട്. ഞാൻ തുറന്നു നോക്കട്ടെ. പണ്ട് ഇങ്ങനെ ഒരു മുട്ടായി ലീനോ ജീരകമുട്ടായി. ഇതിങ്ങനെ എങ്ങനെയാ തുറക്കാന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ നിർത്തേണ്ടിരുന്നു എനിക്ക് തോന്നുന്നത്. ഇത് മറ്റേ നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടമായി. ഞാൻ ഇത് പിങ്കും ഞാൻ ബ്ലൂ ആട്ടോ കളർ. അവിടുന്ന് കിട്ടി. ഇനി ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ആദ്യം തന്നെ ഉള്ളത് എന്തോ കാര്യമായിട്ട് ഇത് മറ്റേ ആ ട്രെയിനൊക്കെ അല്ലേ ഇങ്ങനെ പോകുന്നേ, അത് ഇത് ഈ റെയിലിലൂടെ ഇങ്ങനെ ഓടുന്ന കാറ്. ഇത് ശരിക്കും കുഞ്ഞു കുട്ടികൾക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. ഇതിനുള്ളിൽ കളർഫുൾ ആയിട്ട് എന്തൊക്കെയോ ഉണ്ട്. ഈ ട്രാക്ക് ആണ് കേട്ടോ. അത് മൊത്തം സെറ്റ് ചെയ്യാം. ഇതിങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കൂടെ കാർ ഓടിക്കാം. ഇതിനുള്ളിൽ 2 കാർ ഉണ്ട് കേട്ടോ. നമുക്ക് ട്രാക്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഓടിച്ച് കഴിഞ്ഞിട്ട് സ്ക്രീൻ ഓപ്പൺ ചെയ്യാം. കാരണം ഞങ്ങൾ രണ്ടാൾക്കും നല്ല കിട്ടിയോണ്ട് ചിലപ്പോൾ സ്ത്രീക്ക് പണിഷ്മെന്റ് ചെയ്യും. അധികം നമുക്കിത് സെറ്റ് ചെയ്യാം. ഞാനിത് പകുതി ട്രാക്ക് ഇവിടെ നോക്കട്ടെ. അല്ല ഇത് കഴിഞ്ഞിട്ട് വലിയ ട്രാക്ക് ആണ്. ഇതിൽ നിന്ന് ഓടിച്ച് ടേബിൾ മൊത്തം വെക്കുന്ന ട്രാക്ക് ഉണ്ട് കേട്ടോ. നല്ല രസം കേട്ടോ കാണാൻ. നമ്മളിത് ബാറ്ററി കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ട്രാക്കിലേക്ക് വെച്ച് നോക്കാം കേട്ടോ. പൊളിയിട്ട് ലൈറ്റ് ഒക്കെ കത്തുണ്ട്. നല്ല രസം കേട്ടോ. റേസിന് പോകുന്ന വഴിയുണ്ട്. ലൈറ്റ് ഒക്കെ കത്തിയിട്ടില്ലേ. ഇതല്ലേ ആ പെട്ടിന്റെ മുകളിൽ ഇത് ഫ്ലൂറസെന്റ് ആണിത്. അപ്പൊ രാത്രി കാറും ട്രാക്ക് മാറ്റി. ഇത് രാത്രി നമ്മള് ലൈറ്റ് ഒക്കെ ഓഫ് ആക്കി കഴിഞ്ഞാൽ ട്രാക്കും പിന്നും കാറും പിന്നും. അടിപൊളിട്ടോ. നല്ല രസമുണ്ട് കാണാന്. ട്രാക്ക് കുറച്ച് അധികം കൂടെ ട്രാക്ക് അപ്പൊ ഇവിടെ പൊട്ടിപ്പോയി. നല്ല അടിപൊളി ടോയ്. ഞാനിതേ കാറ് മാറ്റി റെഡ് ആക്കിയിട്ടുണ്ട്. ഇവർ രണ്ടാമത്തെ ബ്രിഡ്ജ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ചെറിയ ബ്രിഡ്ജ് ആട്ടോ വെച്ചത്. അതിൽ കൂടെ കേറോന്ന് അറിയാൻ വേണ്ടിട്ടോ. അപ്പൊ ഞാനൊന്ന് ഓൺ ആക്കി നോക്കട്ടെ. സെറ്റായിട്ടോ. 1 2 അത് 2 പോയിട്ടോ. ഞങ്ങൾ ട്രാക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നല്ല രസങ്ങൾ പോകുന്നത് കാണാൻ. നമുക്ക് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ചെയ്താലോ? അത് നല്ല രസമുണ്ടാവും. മറ്റേ ഫ്ലൂറസെന്റ് ലൈറ്റ് ചിലപ്പോൾ കാണാൻ പറ്റും. നമുക്ക് ലൈറ്റ് ഒന്ന് ഓഫ് ആക്കി വെക്കാം. ഇതിന്റെ സ്വന്തം ടോയ് ആണ് കേട്ടോ. ഇനി നമുക്ക് ശ്രീനെ എന്താണെന്ന് തുറന്നു നോക്കാം. ഞാൻ കുറച്ച് നേരം മറന്നിരിക്കുന്നു. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. അടിപൊളി പച്ചമുളക് വിത്ത് ലെമൺ ഗൈസ്. എനിക്ക് ഇവിടെ നല്ല അടിപൊളി ഒരു കുഞ്ഞി ക്യൂട്ടായിട്ട് ഒരു കൊടയാണ് കിട്ടിയത്. ഷാമിക്ക് ഇവിടെ നല്ല അടിപൊളി ട്രാക്കും കാറും ആണ് കിട്ടിയത്. അതിന് വേണ്ടിയിട്ട് എനിക്ക് ഉപ്പിലിട്ട് ഓർമ്മ കഴിക്കുമ്പോ അങ്ങനെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. ഇതാകുമ്പോ അങ്ങ് എരിവ് ആ ഒരു പുളിയും കൂടെ ബാലൻസ് ആയി കിട്ടും. നല്ല സ്മെല്ലുണ്ട് കേട്ടോ മുളകിന്റെ. വെറൈറ്റി ടേസ്റ്റ് ഇത് കഴിക്കും. അതിന്റെ ഉള്ളിൽ കുരു ഒഴിവാക്കിയതല്ലേ, എന്നിട്ട് നാളെ കഴിച്ചതല്ലേ അറിയില്ല. അങ്ങനെ കണ്ടിട്ട് അങ്ങനെയൊക്കെയാ തോന്നുന്നത്. എങ്ങനെയുണ്ട്? എരിവുണ്ട്, പൊടിയുണ്ട്, നല്ല രസല്ലേ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല അടിപൊളി സംഭവം കിട്ടി. അപ്പൊ ഫുഡെങ്കിലും
നല്ലത് കിട്ടുന്നോട് പ്രതീക്ഷിച്ചിട്ടാ, പക്ഷെ അതും പോയി. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാലോ. രണ്ട് ബാലൻസ് ആയി പോകുന്നുണ്ട്. നല്ല എരിവുണ്ട്. അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പൊ നമ്മളിത് സെക്കൻഡ് റൗണ്ടിലേക്ക് കിടക്കാണ്. ശ്രീ നല്ല എരിഞ്ഞി പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ വന്നപ്പോൾ വലിയൊരു പെട്ടി ഇവിടെ വന്നിട്ടില്ല. എനിക്ക് ഒന്നിന്റെ കടമായി കിട്ടണം, അല്ലെങ്കിൽ നല്ല ഫുഡ് വല്ലതും കിട്ടണം. എനിക്ക് ഇപ്പോഴീ സ്റ്റേഷനറിന്റെ കവർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയട്ടെ, നേരത്തെ പിങ്ക് കവർ ഇതിപ്പോ റെഡ് ആണ്. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്. അങ്ങനെയാണ് എനിക്ക് ഇവന് ഏത് കിട്ടിയാലും കുഴപ്പമില്ല. കാരണം കഴിഞ്ഞ റൗണ്ടിൽ നല്ല അടിപൊളി ടോയോ സന്തോഷത്തിലാണ്. പക്ഷെ പണിഷ്മെന്റ് ഇട്ടരുത്. ഈ ലോട്ടറി ഫുഡില് മാത്രമല്ല കേട്ടോ, എല്ലാത്തിനും പണിഷ്മെന്റ് ഉണ്ടാവാൻ സാധ്യത. എനിക്ക് സ്റ്റേഷനറി കിട്ടിയത്, എനിക്ക് ടോയോ ഫുഡാട്ടോ കിട്ടിയത്. എന്തായാലും ഒരു മാറ്റം ഉണ്ട്. എനിക്കിത് കൊറേ ഗിഫ്റ്റ് കൊണ്ട് വീട്ടിൽ പോയി. അവിടെ ഞാൻ പൊളിച്ചോട്ടെ. ഫുഡാണ്. ഫുഡൊക്കെ നിൽക്കട്ടെ. നല്ല കനത്തിലുള്ള. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പണിഷ്മെന്റ് ഫുഡിലല്ലേ കിട്ടിയത്. അപ്പൊ ഇപ്രാവശ്യം ടോയിലോ സ്റ്റേഷനറിയിലോ ആയിരിക്കും. ഐസ്ക്രീം സ്റ്റിക്ക്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ടോയിലാണോ. എടാ എനിക്ക് മറ്റേ ഇതൊക്കെ ഫോട്ടോസ് തൂക്കാം. പക്ഷെ ഈ അതൊന്നും ഓപ്പൺ ചെയ്യും, ടോയ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. എല്ലാത്തിനും കുറെ ബാറ്ററി, കുറെ നല്ല നല്ല സാധനങ്ങള്. മറ്റേ ബോർഡ് കളിക്കുന്ന ഓറഞ്ച് കളറില്. ഞങ്ങൾ 4 ആൾക്കാരുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാക്ക ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്, ശ്രീ ഉണ്ട്, അഞ്ചിന്. ഞങ്ങൾ 4 ആൾക്കാർ. പിങ്ക് വരും. അതൊക്കെ ഞാൻ തുറന്നോക്കട്ടെ. 4 പേർക്ക് ഒരുമിച്ച് ഇന്ന് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം ആണിട്ടത്. ഇതെന്താ വെച്ചാൽ ഈ ബോൾ ഇങ്ങനെ നടുവിലിടുന്നതാണെന്ന് തോന്നുന്നത്. എന്നിട്ട് നമ്മൾ ഇത് തവളേനെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആ ബോൾ പിടിക്കാൻ ട്രൈ ചെയ്യണം. അത് അങ്ങനത്തെ ഒരു ഗെയിം ആണ് കേട്ടത്. അതവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. Get your frog ready. Drop the bug beats. The frog that eats the most wins. എന്ന് വെച്ചാല് കൂടുതൽ ബോൾ കിട്ടുന്ന തവള ജയിക്കും. നല്ല ഭംഗി കാണാനും നല്ല രസമുള്ള. എന്ത് ചെയ്യാനാ ഗൈസ്, കഴിഞ്ഞ 2 റൗണ്ടിൽ എനിക്ക് മാത്രമാണ് ടോയ് കിട്ടുന്നത്. ഞാനിത് ഇതെങ്ങനെ അതായത് നമ്മളിത് ബോൾസ് ഇതിന്റെ ഉള്ളിലിടാം. ഏറ്റവും കൂടുതൽ ഫ്രോഗിന് ബോൾസ് കിട്ടുന്നവരാണ് വിന്നർ. നമ്മളിത് ഇവിടെ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താല് ആ ബോൾസ് ഫ്രോഗ് എടുത്തോണ്ടേക്കോളും കേട്ടോ. കൈ ചെറിയൊരു കുഞ്ഞു കൈ ഉണ്ട് ഫ്രോഗിന്റെ ഇവിടെ. അപ്പൊ ആ കൈ വെച്ചിട്ട് ബോൾ ഇങ്ങോട്ട് എടുക്കണം കേട്ടോ. ആ ബോൾസ് ഈ സൈഡിലേക്ക് ഇങ്ങനെ കളക്ട് ആവും. അതാണ് ഈ ഗെയിം. ഗ്രീന് കാക്ക, യെല്ലോ ഞാന്, പിങ്ക് 5, ഓറഞ്ച് ശ്രീ. 3, 2, 1 go. 1, 2, 4, 5 ആ ഒരു കൈ ക്യാമറ ഹാൻഡിൽ ചെയ്ത് 12, 13, 14 ഉള്ളിൽ ഉണ്ടല്ലോ. 14 അല്ലേ ഞാൻ പിന്നെ 15, 16, 17, 18. എനിക്ക് 15 എണ്ണോ, സല്ലൂര് 2 എണ്ണോ, 5ക്ക് എത്രയാ? എനിക്ക് 11 എണ്ണോ, ഷാമിക്ക് 18 എണ്ണോ കിട്ടിയത്. ഞാനാണ് പിന്നെ ഫ്രീ ആയിരിക്കുമ്പോ ഇതൊക്കെ തന്നെ എനിക്ക് ഞങ്ങളെ പണി കേട്ടോ. നല്ല അടിപൊളി ടോയ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് കാണാൻ ഇങ്ങനത്തെ ഒരു ടോയ്. എനിക്ക് തുടക്കം പോലെ കഷ്ടകാലാണ് ഈ ചാലഞ്ച്. ഇത് കണ്ടോ, നല്ലതല്ലേ, നല്ല ക്ലിക്സ് ആണ്. പക്ഷെ ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് ഇങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ തൂക്കിടാ. ഇതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം. ഈ ഓരോന്നും ഉണ്ടാക്കല്ലേ സാധനം കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ എനിക്ക് തോന്നുന്ന ആ ഒരു ഫ്രെയിം പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെക്കാൻ പറ്റും. 4 അങ്ങനെ സ്റ്റിക്ക് ചെയ്താൽ നമ്മുടെ എല്ലാം എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ നോക്കിക്കോളെ. 3, 2, 1 go. നൂഡിൽസ് അടിപൊളി സ്മെല്ല്. എനിക്ക് ഞാൻ അവിടെ തൊട്ടടുത്ത് നൂഡിൽസ് കഴിക്കാൻ തോന്നുന്നുണ്ടോ? ആ ഷെസ്വാൻ നൂഡിൽസ് അല്ലേ, നല്ല ഫ്ലേവർ ഉള്ള നൂഡിൽസ്. അത് എനിക്ക് തുടക്കം മുതലേ കഷ്ടകാലം കഴിച്ചു തീർക്കുന്നത്. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. എനിക്ക് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. എനിക്ക് തുടക്കം മുതൽ കഷ്ടകാലാണ്. ഫസ്റ്റ് എനിക്ക് ഏറ്റവും മോശം ഫുഡ് കിട്ടി. അതിനുശേഷം എനിക്ക് കിട്ടിയത് ഇതൊക്കെയാണ്. ഇത് വെച്ചിട്ട് ഞാനെന്താ ചെയ്യാ? ഒരാള് രോദനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരാള് ഭയങ്കര തട്ടാണ്. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയി. ഇനി കുറെ ടോയ്സ് എനിക്ക് വേണം. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പൊ നമ്മള് തേർഡ് റൗണ്ടിലേക്ക് പോവാണ്. 2 റൗണ്ട് നല്ല അടിപൊളി റൗണ്ട്. അടിപൊളിയായിരുന്നു. 2 ടോയ്സ് ആണ്. എനിക്ക് ഒന്ന്
അവിടെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഷെസ്വാൻ സോസ് ഉള്ള നൂഡിൽസ്. എല്ലാവർക്കും അറിയാം, മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് റൗണ്ടിലൊക്കെ ഫുഡ് എന്നുള്ള രീതിയിൽ പച്ചമുളക് ചെറുതായിരിക്കും കിട്ടിയത്. രണ്ടാമത്തെ റൗണ്ടില് ഭയങ്കര വിഷമത്തിലാണോ ഇഷ്ടമുള്ള കിട്ടിയാൽ യൂണിക്കോണിന്റെ ഒരു ബോക്സ് നല്ല സ്റ്റേഷനറി വലുതാണ്. എനിക്കത് കിട്ടണം പാടും. എനിക്കോ എനിക്ക് പ്രാർത്ഥിച്ചോ കേട്ടോ. നല്ല കവറിട്ട കാണാൻ നല്ല ഭംഗിയുണ്ട്. നൂഡിൽസ് അല്ലേ കിട്ടിയത്? ഉറപ്പായി ഇതിലാണ് പണിയുള്ളത്. ഞാൻ കൂടെ തുറന്നോ? ഇത് ഇവിടെ ഉള്ളൊരു പെട്ടിയാണ്, എനിക്കറിയാം. ഇത് ഞങ്ങളെ ലൈറ്റിന്റെ പെട്ടിയാണല്ലോ. ഇതിലെന്തോ പണി. എനിക്ക് നല്ല ഒരു അടിപൊളി വലിയൊരു ടോയ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നേരത്തെ വലിയ കാറും വലിയൊരു ട്രാക്കും കിട്ടിയതിന് പകരം ഇപ്പൊ ഒരു കുഞ്ഞു കാർ കേട്ടോ. ഇതെങ്ങനെ സെറ്റ് ആക്കാന്നുള്ളത് ഇതിലുണ്ട് കേട്ടോ. ഒരു സ്റ്റിക്കറും ഉണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ ഗൈസ് ഇതെടുക്കുക, എന്നിട്ട് അതിന്റെ മുകളിൽ ഇത് ഫിറ്റ് ചെയ്യുക. എപ്പോഴും ടോയ് കിട്ടുമ്പോ സന്തോഷിക്കരുത് എന്ന് പറയുന്ന ഇതിലാണ് കേട്ടോ. ഇങ്ങനെ ഇനി എന്താ നോക്കാം, സ്റ്റേഷനറി ഇറേസേഴ്സ് ആണ് കേട്ടോ. ഇത് പല പല ഷേപ്പിലുള്ള ഞാൻ തോന്നുന്നു. പക്ഷെ ഇത് വെച്ചിട്ട് ആരും വായിക്കൂല. ഞാൻ ജന്മണ്ടെങ്കിൽ ഇത് വായിക്കൂല കേട്ടോ. സീതീമിലിട്ടോ നല്ലതാ. കുഞ്ഞു കുഞ്ഞു എന്താ ഇതെന്താ സാധനം? ഷെല്ല് അല്ല, ഇതെന്തോ പാമ്പ് പോലത്തെ സാധനം. പിന്നെ തിമിംഗലുണ്ട്, ഡോൾഫിൻ ഉണ്ട്. തിമിംഗലത്തിനൊക്കെ അതിന്റെ മുകളിൽ ഇങ്ങനെ അങ്ങനെ വെള്ളം പോവില്ല. അതാണ് കേട്ടോ. അത് ഷാർക്കല്ലേ ഇത്? നീർനായ ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ള ഒരു ടൈപ്പ് മീനില്ലേ, തെരണ്ടി അങ്ങനെ എന്താ പറയാ, നല്ല കളർഫുൾ ആയിട്ടുള്ളതാണ്. പിന്നെ വേറെ ഏതൊരു ടൈപ്പ് മീനുണ്ട്, നല്ല രസം കിട്ടും അത് കാണാൻ. അയ്യോ തുറന്നു ഇതിനുള്ളിൽ കണ്ണുണ്ടാകുമ്പോ പിന്നെ ഫിറ്റ് ചെയ്യാട്ടോ. ഇതെന്താ വെച്ചാൽ ദ ഓഷൻ ഈസ് കോളിംഗ് ഇറേസേഴ്സ് ആണ്. അത് മൊത്തം എനിക്ക് ഇഷ്ടമായി, നല്ല രസം കിട്ടും. ഒരു കഷ്ടം ട്രാക്ക് എനിക്ക് ഒരു നല്ലൊരു റൗണ്ട് ആണ് ഗൈസ്. എനിക്ക് ഈ ടോയില് മിസ് ആയി. ഇത് വെച്ചിരിക്കുക. ഇവര് നോക്ക് പോപ്പിള് ഞാൻ കഴിക്കട്ടെ. പക്ഷെ ഓണക്ക് അത് കഴിക്കുന്നതിന് നമുക്ക് ഒരു ഇതും തോന്നുന്നുണ്ട്. അപ്പൊ ആ അത്രയും ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് വിഷമിച്ചിട്ട് കഴിക്കട്ടെ. എങ്ങനെയുണ്ട്? ഫ്ലേവർ എന്താ? ചോക്ലേറ്റ്. ഇതിന്റെ മുകളിൽ മൊത്തം ന്യൂട്ടലിയാണ്. പിന്നെ ചോക്കോ ചിപ്സ് ഉണ്ട്. ഈ വാഫിൾ ഭയങ്കര സോഫ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊക്കെ കാണിക്കാത്തതല്ല, നല്ല കൊതിയാവുന്നുണ്ട്. പ്രത്യേകിച്ച് ചോക്ലേറ്റ് എനിക്ക് ഇതുവരെ ഫിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇതിന് മുകളിൽ കളിക്കാൻ തുടങ്ങി കുറെ നേരമായി. എനിക്ക് കിട്ടിയ ടോയ് ഞാൻ സെറ്റ് ആക്കിയിട്ട് കാണാൻ നല്ല രസം കിട്ടും. അത് ശരിക്കും ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷെ എനിക്ക് വിഷമമുണ്ട്. ഇതുവരെ കിട്ടിയെന്ന് വെച്ച സമയത്ത് ഷാമിക്ക് ഇത് ഭയങ്കര ഒരു നഷ്ടമാണ്. കുഴപ്പമില്ല ഗൈസ്, അടുത്ത റൗണ്ടിൽ ടോയ് മാറ്റിട്ട് വേറെ എന്താ കിട്ടുന്നത്. ആ സമയം കൊണ്ട് ആ വേപ്പുകൾ പകുതി ആക്കിയിട്ടുണ്ട്. അടുത്ത റൗണ്ടിലേക്ക് പോവാം. എനിക്ക് സ്റ്റേഷനറിയോ അല്ലെങ്കിൽ ഫുഡോ കിട്ടിയാൽ ഇതുവരെ ടോയ് കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് ടോയ് കിട്ടണം. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാ മതി. അപ്പൊ നമുക്ക് ലോട്ടിടാം. നന്നായിട്ട് ഷഫിൾ ചെയ്തിട്ട് എനിക്ക് സ്റ്റേഷനറി, എനിക്ക് ഫുഡാണ് കിട്ടിയത്. സ്റ്റേഷനറി ഇതല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഓപ്പണല്ലേ ഇല്ല, പണി ഫുഡ് തന്നെ. വാട്ടർ ബോട്ടിൽ ആണെങ്കിൽ സ്റ്റേഷനറി ആയിട്ട് കിട്ടിയത്. നോക്ക് ശ്രീ, ഇന്നലെ കൂടെ ഞാൻ പറഞ്ഞിട്ടോ എനിക്ക് ഇങ്ങനത്തെ വാട്ടർ ബോട്ടിൽ വേണം. യൂണിക്കോൺ ആണ്. യൂണിക്കോൺ ഇവിടെയാണുള്ളത്. ഇത് ശരിക്കും ഐസ്ക്രീമിന്റെ തീമിലുള്ള ഒരു യെല്ലോ ഐസ്ക്രീം, ആ തീമിലുള്ള ഒരു വാട്ടർ ബോട്ടിലാണ്. ഇത് ഇവിടെ ഒരു സ്ട്രോ ഉണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ ഇതിന്റെ ഉള്ളില് നമുക്ക് വാട്ടറോ കോഫിയോ എന്താ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ വെക്കാം. അത് നിറയ്ക്കാം. എന്നിട്ട് ഇത് ഈ മൂടി ഇങ്ങനെ മൂടിയിട്ട് ഇതിന്റെ ഉള്ളിലൂടെ സ്ട്രോ ഇട്ടിട്ട് അടിപൊളി സംഭവമാട്ടോ. അത് എനിക്ക് നല്ല ടോയ് ഏതെങ്കിലും കിട്ടിയാൽ മതി. വലിയ ബോക്സ് അല്ലേ, അത് നല്ല ടോയ് ആയിരിക്കും. എനിക്കായിരിക്കും മിക്കവാറും പണിഷ്മെന്റ്. മിക്കി മൗസിന്റെ ബാസ്കറ്റ് ബോളോ? ജൂനിയർ ബാസ്കറ്റ് ബോൾ. ഞാൻ ജൂനിയർ അല്ല. നല്ല അടിപൊളി ബാസ്കറ്റ് ബോളിന്റെ ചെറിയ രൂപ അല്ലേ? നല്ല രസമുണ്ടോ?
ഇതെന്താ നമുക്ക് തുറന്നു നോക്കട്ടോ. ഇതുപോലെയാണ് സെറ്റ് ചെയ്യുക. കിട്ടിയിട്ടുള്ള രണ്ടിങ്ങനെ പ്ലേറ്റ് പോലത്തെ സംഭവം മേലെയും താഴെ വെച്ചിട്ട് ഈ സ്റ്റിക്കിന്റെ മുകളിലാണ് ഫിറ്റ് ചെയ്യുക. അതിന്റെ മുകളിൽ ഈ ബാസ്ക്കറ്റ് വെക്കാറ്. ഞാനിന്റെ ബാസ്ക്കറ്റ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇവിടെ ഫിറ്റ് ചെയ്യാം. ഞാനിവിടെ കോർട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ബോൾസ് ഇട്ടാണ് വേണ്ടത്. അതിനിവിടെ രണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഇങ്ങനെ ജമ്പ് ചെയ്തിട്ട് അതിലേക്ക് അങ്ങനെയല്ല നമുക്ക് കറക്റ്റ് എയിം ഉണ്ടെങ്കിൽ ഈ ബാസ്ക്കറ്റിൽ ആ ബോൾ വീഴ്ത്താൻ പറ്റും. അതെങ്ങോട്ടോ മെല്ലെ പോണായിരുന്നത്. സ്കൂളിൽ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന പോലെ തന്നെ ദൂരെ തെറിയാൻ നോക്കും, നടക്കൂല. പിന്നെ അടുത്ത് തെറിയാൻ നോക്കും. സമയമുള്ളപ്പോ മെല്ലെ മെല്ലെ കളിച്ചു നോക്കാനുള്ളത്. അപ്പൊ അടുത്ത് ഞാൻ ഫുഡ് തന്നോട്ടെ. ഇതൊക്കെ എനിക്ക് നല്ലതാ കിട്ടി. അപ്പൊ എനിക്ക് ഉറപ്പായിട്ട് പണിഷ്മെന്റ് ആണ്. ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. 3, 2, 1 go. സന്തോഷത്തോടെ തന്നെ ആ കൈപ്പയ്ക്ക് തമ്മിൽ അതേ ഒരു ബന്ധമുള്ളതാണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഈ കൈപ്പൊക്കെ ഫ്രഷ് ആയിട്ടുള്ള കൈപ്പൊക്കെ ഞാൻ എടുത്ത് കഴിക്കട്ടെ കേട്ടോ. നോമ്പ് തുറന്നിട്ട് ഇരുന്നത് നന്നായിട്ടോ. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ കഴിക്കാതായി. ജ്യൂസ് ആയിരുന്നെങ്കിൽ നോമ്പ് സെറ്റ് ചെയ്ത് കുറച്ച് ക്രിസ്പിയാണല്ലേ ഷമി? കുറച്ചധികം. അയ്യോ അല്ല, ആ പീസ് ഫുള്ള് വാരി കിട്ടും. അപ്പൊ കടിച്ചെടുക്കുന്ന ബുദ്ധിമുട്ടില്ലല്ലോ. ആദ്യത്തെ 2 റൗണ്ട് സെറ്റല്ലേ? അതെ, ആദ്യത്തെ 2 റൗണ്ട് നല്ല ഗിഫ്റ്റ് കിട്ടിയത് അതാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, ശീലായി. അപ്പൊ നമുക്ക് ഇനി ലാസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ലാസ്റ്റ് റൗണ്ടിൽ ഇനി എന്തൊക്കെ സ്റ്റേഷനറി ആണ് കിട്ടുക, ടോയ് ആണ് കിട്ടുക, ഫുഡാണ് കിട്ടുക, നമുക്ക് നോക്കാം കേട്ടോ. എന്ത് പറയാനുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പൊ നമ്മളിത് ലാസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കാണ്. ലാസ്റ്റ് റൗണ്ടിലേക്ക് സ്റ്റേഷനറി വേണം കേട്ടോ. കാരണം നല്ലവണ്ണം കഴിയരുത്. നല്ല രസം ചാലഞ്ച് അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കിട്ടില്ലയോ? അല്ല, എനിക്ക് സ്റ്റേഷനറി കിട്ടിയില്ല. സാറില്ല, കാര്യം ഇത് കവർ കണ്ടിട്ട് എനിക്ക് നല്ല കവറാണ്. ഇതിന്റെ ഉള്ളിൽ എന്തായിരിക്കും എഴുതിയിട്ടുണ്ട്. നല്ലൊരു മെർമെയ്ഡ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ളിൽ എന്താണെന്ന് ഞങ്ങൾ നോക്കണം ആഗ്രഹം. പക്ഷെ ഞാൻ ഇതിനെ പിടിച്ചിരിക്കണേ. അപ്പൊ നമുക്ക് ലോട്ടറി എന്തൊക്കെ കിട്ടാൻ നോക്കാം. സ്റ്റേഷനറി കിട്ടണം. സ്റ്റേഷനറി കിട്ടിയത് ഫുഡാ കിട്ടിയത്. എനിക്ക് സ്റ്റേഷനറി ഞാൻ നോക്കട്ടെ. ഇത് മറ്റേ ഇങ്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യുന്ന ടൈപ്പ് പെണ്ണാണ്. അത് ശ്രീക്ക് തന്നെ കറക്റ്റ് ആട്ടോ. എനിക്ക് ഇതിന്റെ ഉള്ളിൽ എന്തോ ഒരു കുഞ്ഞു സാധനമാണ് ഷാമിക്ക് നേരത്തെ കിട്ടിയ പോലെ. നല്ല അടിപൊളി ഫുഡൊക്കെ ഞാൻ തുറന്നോട്ടെ. ഇതെന്താ സ്ട്രോബെറിയോ? കഴിച്ചു നോക്കിട്ട് പറയാം. സ്ട്രോബെറിയുടെ സ്മെല്ലിംഗ് ഇതിൽ ചിലപ്പോ കൊതി കിട്ടും. അടിപൊളി ഡെസേർട്ട്. ഇത് എന്താ സാധനം എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല ഗൈസ്. ഇത് നോക്ക്, നല്ല സോഫ്റ്റ് ആട്ടോ. അടിയിൽ സ്പഞ്ചും ഉണ്ട്. നല്ല അടിപൊളി ഡെസേർട്ട്. ഇത് തന്നെ കണ്ടിട്ടുള്ള ഒരു ബോക്സ് ആണ്. ഇത് പെന്നാണ്. ആ യൂണിക്കോണിന്റെ പെന്ന്. ഇതിന് ഇവിടെ ഇങ്ക് വെച്ച് കൊടുക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഇതിനെവിടെ നിപ്പ് നിപ്പില്ലേ? അപ്പൊ ഇതെന്താ ഇങ്ങനെ? ഇങ്ങനെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതൽ എന്തോ ആണെന്ന് തോന്നുന്നു. നല്ല രസം ഉണ്ടാവും. നല്ല നല്ല സാധനങ്ങൾ എവിടുന്നാ കിട്ടുന്നത്? അനക്കല്ല ടോയ് വേണമെന്ന് പറഞ്ഞേ. രക്ഷപ്പെട്ടില്ല ശ്രീ. എനിക്ക് കിട്ടിയ പോലെ തന്നെ അതിന്റെ മുകളിൽ കുറെ സ്റ്റിക്കർ ഉണ്ട്. ഇതെന്താ സാധനം? സ്നെയിലോ? നീർനായ കേട്ടോ ഗൈസ്. ഇത് ഇനി ഇത് സെറ്റ് ആക്കി വരുമ്പോ മറ്റേ ഓഷന്റെ റബ്ബറില്ലേ അതിന്റെ കൂട്ടത്തിൽ ഇത് ഗൈസ് ഇങ്ങനെ കണ്ടില്ലേ? ഇവിടെ ഇങ്ങനെ എഴുതാട്ടോ. കണ്ടോ? ഇതിന് നിപ്പ് നമുക്ക് മറ്റേത് നമുക്ക് സ്കെച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് പെന്ന് മേടിക്കണം. ഇത് നമ്മൾ ഒറ്റ പെന്ന് മേടിച്ചാൽ മതി. നിപ്പ് മാറ്റി മാറ്റി ഇട്ടാൽ മതി. നല്ല രസം കിട്ടും. എന്റെ ഡെസേർട്ടിനെ പറ്റി പറയട്ടെ. ഡെസേർട്ടാണ് ഗൈസ്. ഇവിടെ സ്പഞ്ചും ഉണ്ട്. പിന്നെ മോള് നല്ല ഭയങ്കര ക്രീമിയാണ്. നല്ല മധുരമുണ്ട്. ഞാനിതായി നീർനായൻ ഇങ്ങനെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ലാസ്റ്റ് റൗണ്ടിൽ ഇതാട്ടോ കിട്ടിയത്. ഫസ്റ്റ് റൗണ്ടിൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഈ അംബ്രല്ല ആയിരുന്നു. രണ്ടാമത്തെ റൗണ്ടിൽ എനിക്ക് ഷെസ്വാൻ നൂഡിൽസ് ആയിരുന്നു. മൂന്നാമത്തെ റൗണ്ടിൽ എനിക്ക് റേസേഴ്സിന്റെ ഒരു സെറ്റ് ഓഷന്റെ ഒരു സെറ്റ് ആയിരുന്നു കിട്ടിയത്. നാലാമത്തെ റൗണ്ടിൽ എനിക്ക് കിട്ടിയത് ആ ബാസ്കറ്റ് ബോൾ കോർട്ടാണ്. എനിക്ക് ആദ്യത്തെ 2 റൗണ്ടിൽ നല്ല അടിപൊളി ടോയ്സ് കിട്ടി. ആദ്യം ആ ട്രാക്കിലോടുന്ന ആ കാർ കിട്ടി. പിന്നെ രണ്ടാമത്തെ എന്തെങ്കിലും കിട്ടിയത് അത് ടോയ് നമുക്ക് 4 ആൾക്കും കൂടി കളിക്കാം. തവളേന്റെ ടോയ് കിട്ടി. മൂന്നാമത്തെ റൗണ്ടിൽ
റൗണ്ടിലല്ലേ കയ്പ കിട്ടിയത്. മൂന്നാമത്തെ കയ്പ അല്ല, മൂന്നാമത്തെ റൗണ്ടിൽ നാലാമത്തെ റൗണ്ടിൽ കയ്പ കിട്ടി. മൂന്നാമത്തെ റൗണ്ടിൽ എനിക്ക് മറ്റേ ആ കുഞ്ഞു കാറില്ലേ അത് കിട്ടി. പിന്നെ അഞ്ചാമത്തെ റൗണ്ടിൽ നല്ല അടിപൊളി രസമായിരുന്നു. എനിക്ക് ടോട്ടൽ നല്ല അടിപൊളിയായിരുന്നു. രണ്ടുപേർക്ക് ഭൂരിഭാഗം നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഫസ്റ്റ് 2 റൗണ്ട് പണിഷ്മെന്റ് ആണ് കിട്ടിയത്. അതിനുശേഷം എനിക്ക് പിന്നെ മറ്റേ വാഫിള് കിട്ടി, യൂണിക്കോൺ ഐസ്ക്രീം. നാലാമത്തെ റൗണ്ടില്, അഞ്ചാമത്തെ റൗണ്ടിൽ ഇതും കിട്ടി. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നല്ല അടിപൊളി സ്റ്റേഷനറി ടോയ്സ് ഫുഡും ഒക്കെ കിട്ടി. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ this is Shriyashmi, this is Shamya, this is Sanjita signing off.